ജീവിതത്തിൽ പരാജയങ്ങൾ കടന്നു വരുന്നതിന്റെ കാരണം ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് സദൃശവാക്യങ്ങൾ 27-ാം അധ്യായമാണ്. അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നാളത്തെ ദിവസത്തെ ചൊല്ലി പ്രശംസിക്കരുത്, ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നുവെന്ന് അറിയുന്നില്ലല്ലോ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, നാളത്തെ ദിവസത്തെ ചൊല്ലി പ്രശംസിക്കരുത് എന്ന്. പലപ്പോഴും ജീവിതത്തിൽ പരാജയങ്ങൾ കടന്നു വരുന്നതിൻ്റെ കാരണം നാളുകളെക്കുറിച്ചുള്ള വ്യാകുലതകളും ഭാവിയെ പറ്റിയുള്ള വേവലാതികളുമാണ്. അതുകൊണ്ട് തന്നെയാണ് എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്, നാളത്തെ ദിവസത്തെ ചൊല്ലി പ്രശംസിക്കരുത് എന്ന്. പ്രിയമുള്ളവരെ, പ്രിയ ദൈവമക്കളെ, ഇന്ന് വെളിപ്പെടേണ്ടതായ നന്മകൾ, അനുഗ്രഹങ്ങൾ വെളിപ്പെട്ടു വരുവാൻ വേണ്ടി നാം ദൈവസന്നിധിയിൽ കാത്തിരിക്കണം, അതിനായി പരിശ്രമിക്കണം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്നതായ പരാജയങ്ങൾ, ഇന്ന് ലഭിക്കേണ്ട നന്മകളും ഇന്ന് അനുഭവിക്കേണ്ട നന്മകളും നാം അനുഭവിക്കാതെ, അത് പ്രാപിച്ചെടുക്കാതെ, നാളെ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും, എൻ്റെ ഭാവി എന്തായിത്തീരുമെന്നുള്ള വ്യാകുലതകളാണ് പലപ്പോഴും ജീവിതത്തിൽ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ലക്ഷ്യസ്ഥാനത്ത് പോലും എത്തുവാൻ കഴിയാതെ അനേകരെ പരാജയപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, നാം നാളത്തെ ദിവസത്തെ ചൊല്ലി പ്രശംസിക്കരുത് എന്നാണ്. കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നുവല്ലോ, നാളെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്, അത് ദൈവത്തിനുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഉത്തരവാദിത്തങ്ങൾ, ദൗത്യങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നാം ചെയ്തെടുക്കേണ്ടത്, മനുഷ്യരുടെ മുൻപിൽ നാം വിശ്വസ്തയോടെ നാം ചെയ്തെടുക്കേണ്ടത് ഇന്ന് നാം നിവൃത്തിയിരിക്കേണ്ടതായ അത്യാവശ്യമായ കാര്യമാണ്. പലപ്പോഴും ജീവിതത്തിൽ പരാജയങ്ങൾ കടന്നു വരുന്നതിൻ്റെ കാരണം ഇന്നലകളെക്കുറിച്ചുള്ള വേദനകൾ അലട്ടുകയും നാളെ എന്തായിത്തീരും, ഭാവി എന്തായിത്തീരുമെന്നുള്ള ചിന്തകൾ കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തേണ്ടവർ, സ്വപ്നങ്ങളുള്ളവർ പലപ്പോഴും ലക്ഷ്യത്തിൽ നിന്ന് തിരിഞ്ഞ് പരാജയത്തിലേക്ക് കടന്നു പോകുന്ന കാഴ്ചകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നാം കാണാറുണ്ട്. അവർ ഇന്നത്തെ ദിവസത്തിന്, അവരുടെ പ്രസന്റ് സിറ്റുവേഷന് അവർ പ്രാധാന്യം കൊടുക്കുന്നില്ല. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇന്ന് നമുക്ക് നൽകിയിരിക്കുമ്പോൾ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരേണ്ട അനുഗ്രഹങ്ങൾ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരേണ്ടതായ നന്മയ്ക്കായി നാം കാത്തിരിക്കുക. യാക്കോബിന്റെ ലേഖനത്തിൽ ലേഖനകർത്താവ് പറയുന്നുവല്ലോ, നാളത്തെ ദിവസത്തെ ചൊല്ലി പ്രശംസിക്കരുത്, നാളെ എന്തായിത്തീരും എന്ന് ഓർത്ത് നാം വ്യാകുലപ്പെടരുത് എന്ന് ലേഖനകർത്താവും വ്യക്തമായി ഹല്ലേലൂയ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് നല്ല കാര്യങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് വിശ്വസ്തരായിരിക്കാം. നല്ല കാര്യങ്ങൾ, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ, ദൗത്യങ്ങൾ നമുക്ക് വിശ്വസ്തയോടെ ചെയ്തെടുക്കാം. നാം ഒന്ന് ഓർക്കണം, ഇന്ന് എങ്ങനെയായിരിക്കുന്നുവോ അതിന് പ്രകാരമായിരിക്കും നാളെ നമ്മുടെ ജീവിതത്തിൽ പൂവഴിയുന്നത്. അതുകൊണ്ട് തന്നെ നാളെക്കുറിച്ച് വ്യാകുലപ്പെടാതെ, നാളെ എന്തായിത്തീരും, ഭാവി എന്തായിത്തീരുമെന്ന് ചിന്തിച്ച് വ്യാകുലപ്പെട്ട് ഇന്നത്തെ നന്മകൾ നഷ്ടമാക്കാതെ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരേണ്ട നന്മകൾക്കായി, നമ്മുടെ അനുഗ്രഹങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം, നമുക്ക് പ്രയത്നിക്കാം, ദൈവസന്നിധിയിൽ നമുക്ക് വിശ്വസ്തരായിരിക്കാം. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത് എന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുമ്പോൾ, നമ്മുടെ നാഥനായ, നമ്മളുടെ ഉടമസ്ഥനായ കർത്താവ് നമ്മളോട് കൂടെയുള്ളപ്പോൾ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടുകയോ വ്യാകുലപ്പെടുകയോ ചെയ്യരുത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഓവറായിട്ടുള്ള കോൺഫിഡൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല. ദൈവം നമുക്ക് എന്ത് തരുന്നുവോ അതിന് പ്രകാരമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. കൂടുതലായി നാം പ്രശംസിക്കാനോ അഭിമാനിക്കുവാനോ നാളത്തെ ചൊല്ലി നാം തയ്യാറാകരുത്. ദൈവസന്നിധിയിൽ നാം എപ്രകാരം ആയിരിക്കുന്നുവോ, ദൈവം ആഗ്രഹിക്കുന്നുവോ അതിന് പ്രകാരം നമുക്ക് ആയിത്തീരാം. ഈ ലഘു സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് ഉപസംഹരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.